ഇത് നമ്മുടെ ഒരു കൂട്ടുകാരുടെ ഇടയിൽ പുതിയതായിട്ട് മേടിച്ച വേൾപൂളിൻ്റെ വാഷിംഗ് മെഷീൻ ഒരു 7 days 8 days തന്നെ കംപ്ലൈൻറ്റ് കണ്ടു തുടങ്ങി. ആ കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കേട്ടൊരു ശബ്ദമാണ് പ്രശ്നം. അതായത് ഡ്രൈ ചെയ്യണ സമയത്ത് വളരെ ലൗഡായിട്ടുള്ള സൗണ്ടാണ് അനുഭവപ്പെടുന്നത്. ഒരു പ്രോബ്ലം കാരണം നമ്മൾ വേൾപൂളിൻ്റെ സർവീസ് സെൻറ്റർ വിളിച്ചറിയിച്ചു. അതനുസരിച്ച് അവർ 4 മണിക്കൂറിൽ തന്നെ അവിടെ നിന്നൊരു സർവീസ് ചെയ്യാനായിട്ട് ഒരാളെ അയക്കുകയുണ്ടായി. പുള്ളിക്കാരൻ വന്ന് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെ സംസാരിച്ച കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാനുള്ള ഒരു ചാൻസ് ഇല്ല. കാര്യം വെച്ചാൽ നിങ്ങൾ ഈ ലോഡ് ചെയ്യുന്നത് സൈഡ് വേസ് ഇടാതെ അതിന് മുകളിൽ കൂടെ ഇങ്ങനെ ഒന്നിന് മീതെ ഒന്നൊന്നായി ഇടുന്ന ഒരു സിറ്റുവേഷൻ കൊണ്ടൊക്കെ അങ്ങനെ സൗണ്ട് വരാനായിട്ട് ഉള്ള ചാൻസ് ഉണ്ട്. അല്ലാതെ കംപ്ലൈൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഇല്ല. എന്തായാലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ചെക്ക് ചെയ്തു, പ്രോഗ്രാം സെലക്ട് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു, പ്രോഗ്രാം സെലക്ട് ചെയ്ത് 10 വെച്ചു. 10 ആകുമ്പോൾ പ്രോഗ്രാം 10 എന്ന് പറയുമ്പോൾ അതിൽ ഡ്രൈ ആണ്. അപ്പോൾ ഡ്രൈ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ലൗഡ് സൗണ്ട് വരുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ നോക്കി ഈ ഒരു സിറ്റുവേഷനിൽ പുള്ളിക്കാരൻ ട്രൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൗണ്ട് അനുഭവപ്പെട്ടാൽ മുഖേന പുള്ളിക്കാരൻ ബാക്ക് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ബാക്ക് ഓപ്പൺ ചെയ്യുന്ന പ്രോസസ്സിലോട്ട് കിടന്നു. രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഇവർ ഈ സർവീസ് ചെയ്യണ സമയത്ത് വരെ കമ്പനിക്ക്, അതായത് കമ്പനിയുടെ പ്രൊഡക്റ്റിനെ പറ്റി ഒരു നെഗറ്റീവോ ഒന്നും പറയുന്നില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ആണെന്നുള്ള രീതിയിൽ നോക്കുന്നത്. പിന്നെയുള്ള കാഴ്ച എന്താണെന്നുള്ള നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാഴ്ച തന്നെ മനസ്സിലായില്ല ബാക്കിലത്തെ മോട്ടർ എത്രത്തോളം വൈബ്രേറ്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രശ്നമാണ് ഡ്രൈ ചെയ്യുമ്പോൾ വരുന്നത്. വൈബ്രേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ വളരെ ലൗഡായിട്ടുള്ള സൗണ്ടാണ്. ഇത് സാധാരണ സെമി ഓട്ടോമാറ്റിക്കലി പോലും ഡ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പകുതി സൗണ്ട് പോലും വരുന്നില്ല. അത്രത്തോളം സൗണ്ടാണ് ഒരു ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ വരുന്നത്. അങ്ങനെ അവരുടെ സർവീസ് സെൻ്ററിലോട്ട് വിളിച്ച് പുള്ളിക്കാരെ ഇവിടെ നിന്ന് ഡയറക്റ്റ് കോൾ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ മോട്ടോർ കംപ്ലയിൻ്റ് ആണ്, ലൗഡായിട്ടുള്ള സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള അവരുടെ ഭാഗത്ത് തെറ്റുകുറ്റങ്ങൾ അവർ സംഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെ ഉണ്ടായി. അപ്പോൾ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അതൊരു 3 മിനിറ്റ് ടൈം സെറ്റ് ചെയ്തതിന് ശേഷം ട്രയലിട്ട് നോക്കിയപ്പോഴും ഈ ഒരു സിറ്റുവേഷൻ തന്നെ വീണ്ടും വരുന്നുണ്ട്. അപ്പം ഇവർ നമ്മളുടെ അടുത്ത് ബില്ല് ചോദിച്ചു, ബില്ല് നമ്മൾ കാണിച്ചു. അതിൽ റീപ്ലേസിനുള്ള 10 days ഒരു ടൈം പീരീഡ് വരുന്നുണ്ട്. ആ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്ത് പുതിയ വാഷിംഗ് മെഷീൻ അവർ തരാമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ വാഷിംഗ് മെഷീൻ മേടിക്കുമ്പം അപ്പം നമുക്ക് നോർമലി ഒരു വാഷിംഗ് മെഷീൻ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിന് എന്തൊക്കെ ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഈ വാറണ്ടി ടൈമിൽ തന്നെ ഇതിൽ വന്നുകൊണ്ട് റീപ്ലേസ് ചെയ്ത് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഇത് കസ്റ്റമറെ കയ്യിൽ നിന്ന് ഇതിനുള്ള എമൗണ്ട് നഷ്ടമാകുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടാകും. അപ്പോൾ മാക്സിമം ഈ ഒന്നാമത് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ ലൗഡായിട്ടുള്ള സൗണ്ട് വരുന്നത് ഒന്നെങ്കിൽ അതിൻ്റെ വാഷറിൻ്റെ അവിടുത്തെ ബെൽറ്റ് ലൂസായ സിറ്റുവേഷൻ വരുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ മോട്ടർ കംപ്ലൈൻറ്റ് ആവുന്ന സിറ്റുവേഷൻ ടൈമിലായിരിക്കും ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പം എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക.